ഒരു പക്ക കന്നഡിക കല്യാണം കൂടണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും വന്നിട്ടുള്ളത് സുഹൃത്തിൻ്റെ ഒരു ടീംമേറ്റിൻ്റെ കല്യാണത്തിനാണ്, നാഗേന്ദ്രയുടെ. സുഹൃത്തിൻ്റെ കംപ്ലീറ്റ് ടീം ഇവിടെ ഉണ്ട് കേട്ടോ ഓഫീസിൽ. അങ്ങനെ ഞങ്ങളെല്ലാവരും നല്ല ഫുൾ ജോഷായിരുന്നു. കുറേ പേര് ആദ്യമായിട്ടാണ് കാണുന്നത്, ബാക്കി കുറേ പേര് ലൈക്ക് ഫാമിലി പോലെ തന്നെയാണ് നമ്മൾ. അങ്ങനെ ഞങ്ങളെല്ലാവരും ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് അത് കഴിഞ്ഞിട്ട് പിന്നെ ഊട്ട കഴിക്കണ്ടേ, അതായത് നമ്മൾ സദ്യ കഴിക്കാൻ വേണ്ടി നമ്മൾ താഴേക്ക് വന്നിട്ടുള്ളതാണ്. പ്യോർ വെജാണ്. അങ്ങനെ ഇലയിട്ടിട്ട് തന്നെയാണ് ഇവരത് വിളമ്പുന്നതും. അച്ചാറുണ്ട്, ദോശ, ചട്നി, മുൾബാഗ് ദോശ, മറ്റേ മസാല ദോശ പോലെ. ഇത് കാണുന്ന പപ്പടാട്ടോ. പിന്നെ ഒരു പേരക്ക വെച്ചിട്ടൊരു ചമ്മന്തി, അല്ല ഒരു എന്താ സാലഡ്, ഉഴുന്ന് വെച്ചിട്ടൊരു സാലഡ്, മഷ്റൂം ബിരിയാണി ആട്ടോ. അത് അടിപൊളിയായിരുന്നു. ചോറ്, രസം, പിന്നെ ചോറ്, തൈര്. നമ്മൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേനും അവർ നമുക്കുള്ളൊരു റിട്ടേൺ ഗിഫ്റ്റ് പോലെ ഒരു ബാഗിൽ തന്നിട്ടുണ്ടായിരുന്നു. നമ്മളെല്ലാവരും ഫുഡൊക്കെ ശരിക്കും നല്ലോണം എൻജോയ് ചെയ്തിട്ടോ. നല്ല വെജിനും ഭയങ്കര രസമായിരുന്നു. എല്ലാ ഡിഷസും പക്ക ഒരു പ്യോർ കർണാടക സ്റ്റൈൽ ഊട്ടയായിരുന്നു. ഞങ്ങളിതെല്ലാം കൂടെ കഴിച്ച് ഞങ്ങളിങ്ങനെ ഇത് നമ്മളൊരു 10-30 പേരില്ലേ, നമ്മളെല്ലാവർക്കും കൂടി ഇരുന്നിട്ട് കഴിക്കണ്ടേ. ഞങ്ങളെല്ലാവരും ഇങ്ങനെ സീറ്റൊക്കെ ഒപ്പിച്ച് നമ്മൾ ഒരുമിച്ചിരുന്ന്. പിന്നെ ഇതാണ് സൗന്ദര്യം ഉണ്ടെങ്കിൽ പിന്നെ ശ്ലോകയുടെ കാര്യം അവൾ നോക്കിക്കോളും. പിന്നെ ഐ ഡോണ്ട് വോണ്ട് ടു ബോദർ അബൌട്ട് ദാറ്റ്. ഇതൊക്കെയാണ് നമ്മളുടെ ടീം. ഇവർക്ക് ലാസ്റ്റിലാട്ടോ സീറ്റ് കിട്ടിയത്. അങ്ങനെ സുഹൃത്തും ബാക്കി ഇവരെല്ലാവരും കൂടെ സീറ്റൊക്കെ കിട്ടി. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് പിന്നെ കുറച്ച് നേരം ഞങ്ങൾ അവിടെ ഇരുന്ന് കുറേ കഥയൊക്കെ പറഞ്ഞ് പിന്നെ പിള്ളേർ ഫുള്ളി സൗന്ദര്യനെ അറ്റാക്കായി, കളികളായി. നല്ല രസമായിരുന്നു കേട്ടോ. രാത്രി ഒരു 12-1 മണിയായിട്ടുണ്ട് ഞങ്ങൾ അവിടെ നിന്ന് തന്നെ ഇറങ്ങുമ്പോൾ. JP നഗർ വെച്ചിട്ടായിരുന്നു കല്യാണം. ഓൾമോസ്റ്റ് ഒരു 30 കിലോമീറ്റേഴ്സ് നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടായിരുന്നു. ഇതെല്ലാം കൂടെ കഴിഞ്ഞ് നമ്മളുടെ സ്വതവേ റീൽസിൽ മാത്രം നമ്മളിങ്ങനെ ബ്രൈഡ് ഗ്രൂം ഡാൻസിങ് ഞാൻ കണ്ടിട്ടുള്ളൂ. പക്ഷേ ഇത് നല്ല രസമുണ്ടായിരുന്നു. ഇവർ ഭയങ്കര ഡാൻസൊക്കെ ചെയ്ത് നല്ല അടിപൊളി രസമായിട്ട് ഇവർ രണ്ടുപേരും ചെയ്തുകൊണ്ടിരുന്ന് അതൊക്കെ കണ്ട് നമ്മളിങ്ങനെ നമ്മളവിടെ നിന്ന് പിന്നെ ബൈ ബൈ ഒക്കെ പറഞ്ഞ് ഇറങ്ങാൻ നേരമായപ്പോണ്ട് നമ്മളുടെ ബ്രൈഡിൻ്റെ പെറ്റാണ്. അപ്പോൾ ആ പെറ്റ് വന്നിട്ട് നാഗേന്ദ്രന് നല്ലതുപോലെ ഇട്ടിട്ട് അവനോട് അവിടെ നിന്ന് പോകാനാണോ എന്താ പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് അറിയില്ല. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അടിപൊളി കല്യാണമായിരുന്നു.